ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആഴ്ച നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് പരിഗണിക്കാൻ പറ്റിയ ചില സ്റ്റോക്കുകൾ കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ. എല്ലാവരും മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റോക്ക് ഒപ്റ്റിമസ് ഇൻഫ്രാകോം എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൻ്റെ വീക്ക്ലി ചാർട്ടാണ്, ഒരു ബ്രേക്ക്ഔട്ട് ചാർട്ടാണിത്. 380 410 ലെവൽ എന്ന് പറയുന്നൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇപ്പോൾ അത് കറണ്ട് പ്രൈസ് 447 ഏകദേശം അത് ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് നല്ലതായിട്ട് മൂവ് ആയിട്ടുണ്ട്. ലാസ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല വോളിയത്തോടു കൂടിയാണ് ഈ ഒരു ഏരിയ ബ്രേക്ക് ആയത്. സോ ഒരു അപ്സൈഡ് മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇതിൽ കറണ്ട് പ്രൈസിൽ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ 410 അല്ലെങ്കിൽ 400 ലെവലിലോട്ട് വീണ്ടും റീടെസ്റ്റ് കിട്ടുവാണെങ്കിലും എൻട്രി എടുക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഇതിൽ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഈ ക്യാൻഡലിന് താഴെ ബ്രേക്കായ നിങ്ങൾക്ക് ഈ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആകാം, അല്ലെങ്കിൽ ഇതൊരു നല്ല മൊമെൻറ്റം കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. നെക്സ്റ്റ് സ്റ്റോക്ക് ഹിമാൻസിങ്ക എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് 143 143. ഈ ഒരു സ്റ്റോക്കിൽ കറൻ്റ്ലി നമുക്കൊരു ഫ്ലാഗ് പാറ്റേൺ പോലെയൊക്കെ തോന്നാം, ചെറിയൊരു ട്രയാങ്കിൾ ഷേപ്പൊക്കെ. സോ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയാൽ ഒരു അപ്സൈഡ് മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് നല്ലൊരു സെല്ലിങ് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ഏരിയ ബ്രേക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു 146 147 ലെവൽ ബ്രേക്ക് ആവുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആവുകയാണെങ്കിൽ ഇതിൽ എൻട്രി എടുക്കാം. ഇതിൽ ഏറ്റവും അടുത്തായിട്ട് വരുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ലെവൽ ടാർഗറ്റ് വെക്കാം, അല്ലെങ്കിൽ ഈ ഒരു ലെവൽ നിങ്ങൾക്ക് ഇതിൽ ടാർഗറ്റ് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ എല്ലാവരും വാച്ച് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റോക്ക് പിരാമൽ എൻ്റർപ്രൈസ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ വീക്ക്ലി ചാർട്ടാണ്. ഇതിൻ്റെ 1 ഡേ ഇടുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് കാണാം. ഇത് ഒരു ബ്രേക്ക്ഔട്ട് ലെവലിലാണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ലൊരു ബ്രേക്ക്ഔട്ട്, 960 980 ഏരിയ എന്ന് പറയുന്നത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, നല്ലതായിട്ട് ആ ഒരു ഏരിയയിൽ വന്നിട്ട് സെല്ലിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് നല്ല വോളിയം വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇത് ബ്രേക്കായി ഇപ്പോൾ 992. അപ്പോൾ നല്ല വോളിയത്തോടു കൂടിയാണ് ബ്രേക്ക് ആയേക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്കിലും എൻട്രി എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇമാജിക്ക വേൾഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ്. ഇതിലും ഒരു നിങ്ങൾക്കൊരു ഫ്ലാഗ് പാറ്റേൺ പോലെ കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു സ്റ്റോക്കും ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ബ്രേക്ക് ആകുമ്പോൾ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ ഈ ഫ്ലാഗ് പാറ്റേൺ നിങ്ങൾ വാച്ച് ചെയ്യുക. ഈ പാറ്റേൺ ബ്രേക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് എൻട്രി എടുക്കാവുന്നതാണ്. മാത്രമല്ല ഇത് അതിൻ്റെ ഒരു 52 വീക്ക് ഹൈയിലാണ് നിൽക്കുന്നത്. 52 വീക്ക് ഹൈയിലാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. സോ നല്ലൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. വീക്കിലി ചാർട്ട് ഇടുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു ഫ്ലാഗ് പാറ്റേൺ ആണ്. സോ ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ഇടാവുന്നതാണ്, വാച്ച് ചെയ്യുക. നെക്സ്റ്റ് ഭാരത് ഫോർജ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. ഇതിൽ കറണ്ട് പ്രൈസ് 1684. ഈ ഒരു സ്റ്റോക്കും ഏകദേശം ഒരു നല്ലൊരു ബുള്ളിഷ് ട്രെൻഡിന് ശേഷം ഒരു ചെറിയൊരു റീടെസ്റ്റ് നടത്തിയിട്ട് ഇരിക്കുകയാണ്. സോ ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് EMA 20 വീക്ക്ലി ചാർട്ടിൻ്റെ EMA 20ൽ റീടെസ്റ്റ് വന്ന് നിൽക്കുന്ന സ്റ്റോക്കാണ്. സോ ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതും 52 വീക്ക് അടുത്തായിട്ട് നിൽക്കുന്ന സ്റ്റോക്കാണ്. സോ ഒരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ബുള്ളിഷ് ചാർട്ട് തന്നെയാണ്, നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. സോ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. നെക്സ്റ്റ് ഹീരംബ എന്ന് പറയുന്നൊരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് 398 ആണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന പ്രൈസ്. ഇതൊരു റേഞ്ചിനുള്ളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് കുറച്ച് ലോവർ സൈഡിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൺഫർമേഷൻ കിട്ടിയതിന് മാത്രമേ ഇതിൽ എൻട്രി എടുക്കുക. ഒരു 400 അല്ലെങ്കിൽ 405 മുകളിൽ നല്ലതായിട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എൻട്രി എടുക്കാം. പിന്നെ 424 ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. സോ ഇത് നിങ്ങൾക്ക് വാച്ച് ചെയ്യുക. ലാസ്റ്റ് അത്യാവശ്യം നല്ല വോളിയത്തിൽ ഒരു വിക്ക് ക്യാൻഡിൽ തന്നെ, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെ, വിക്കൊന്നും ഇല്ലാതെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെ ഫോം ആയിട്ടുണ്ട്.
മാത്രമല്ല ഇത്രയും ഒരു ആഴ്ചയിലെ ക്യാൻഡിലിനെ മൊത്തത്തിലാണ് ഈ ഒരു വലിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ കവർ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്തത്. വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വാച്ച് ചെയ്യുക. ഈ ഏരിയ ബ്രേക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് എൻട്രി എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് മാൻ ഇൻഫ്ര എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിലും ഏകദേശം നല്ലൊരു ബുള്ളിഷ് റാലിക്ക് ശേഷം ഒരു കൺസോൾട്ടേഷൻ കാണാൻ പറ്റുന്നതാണ്. സോ ഈ ഒരു സ്റ്റോക്കിലും ഒരു അപ്സൈഡ് മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയിട്ടുണ്ട്. സോ നല്ലൊരു വോളിയത്തിൽ തന്നെയാണ്, അത്യാവശ്യം വോളിയത്തിൽ തന്നെ ബ്രേക്ക് ആയിട്ടുണ്ട്. ലാസ്റ്റ് വീക്കിൽ 10% മൂവാണ് വന്നിരിക്കുന്നത്. അതിന് മുമ്പത്തെ ക്യാൻഡിലുകളൊക്കെ വളരെ കൊച്ചു കൊച്ചു ക്യാൻഡിൽസ് ആയിരുന്നു, ഒത്തിരി വിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് വീക്കിലെ ക്യാൻഡിൽ നല്ല ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയായിരുന്നു. സോ മുമ്പോട്ടൊരു നല്ലൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് 221 ലെവലിന് മുകളിൽ ബ്രേക്ക് ആകുവാണെങ്കിൽ എക്സിറ്റ് ആകാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ളവർക്ക് ഒരു പുൾ ബാക്ക് ഒക്കെ വരുവാണെങ്കിലും എൻട്രി എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റോക്ക് മോഡിസൺ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. കറൻറ്റ് പ്രൈസ് 153 ഇതിൻ്റെ ഡെയിലി ക്യാൻഡിൽ ഒന്ന് നോക്കാം. ഇത് ഏകദേശം ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് നിൽക്കുന്നത്. 158-150 ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ്. അപ്പം ആ ഒരു റീജിയണിന് മുകളിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാവുന്നതാണ്. 158 മുകളിൽ സ്വിംഗ് ട്രേഡിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതും 52 വീക്ക് ഹൈ സ്റ്റോക്കാണ്. അതുപോലെ ഓൾ ടൈം ഹൈ സ്റ്റോക്കാണ്. ഇതിൻ്റെ ഓൾ ടൈം ഹൈ ആണ് 158. സോ മാർക്കറ്റിൽ നല്ല ബുള്ളിഷ് മൊമെൻറ്റം ഉണ്ടെങ്കിൽ ഇതിലും ഒരു മൊമെൻറ്റം കാണാൻ സാധ്യതയുണ്ട്. കാരണം ഓൾ ടൈം ഹൈ സ്റ്റോക്ക് കൂടി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റോക്ക് ഈ മുദ്ര എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിൽ ഒരു റേഞ്ച് ബൗണ്ടിലാണ് ലാസ്റ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ ഒരു റേഞ്ച് ബൗണ്ടിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നിങ്ങൾക്ക് ഇതിന് മുകളിൽ 915 മുകളിലൊക്കെ മാർക്കറ്റ് ഈ സ്റ്റോക്ക് കയറുവാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഇതും 52 വീക്ക് ഹൈയിലാണ് നിൽക്കുന്നത്. ഓൾ ടൈം ഹൈ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. യെസ്, ഇതും ഓൾ ടൈം ഹൈ നിൽക്കുന്ന സ്റ്റോക്ക് തന്നെയാണ്. ഓൾ ടൈം ഹൈയുടെ അടുത്ത് തന്നെയാണ് നിൽക്കുന്ന സ്റ്റോക്കാണ്. സോ ഈ ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മൊമെൻറ്റത്തിൽ തന്നെ ബ്രേക്കൗട്ടിൽ കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു റേഞ്ച് തന്നെ നിങ്ങൾക്ക് മുകളിലോട്ട് ടാർഗറ്റ് വെക്കാവുന്നതാണ്. പിന്നെ ഷോർട്ട് ടൈമായിട്ടൊക്കെ ഉള്ളവർക്ക് അതിലും കൂടുതൽ ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും സ്റ്റോക്കുകളാണ് ഉള്ളത്. എല്ലാം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലും കൂടെ അനലൈസ് ചെയ്തിട്ട് മാത്രം എൻട്രി എടുക്കുക. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ച് തന്നേ ഉള്ളൂ. പിന്നെ എല്ലാത്തിൻ്റെയും ഒന്നും ടാർഗറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ തന്നെ റിസ്കിനനുസരിച്ച് സെറ്റ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും സേഫായിട്ടുള്ള ഒരു 5% അല്ലെങ്കിൽ ഒരു 7% ഒക്കെ മാക്സിമം സ്റ്റോപ്പ് ലോസ് നോക്കുക. അതിൽ കൂടുതൽ വെക്കുന്നവരാണെങ്കിൽ പൊസിഷൻ സൈസിങ് അത്യാവശ്യമായിട്ട് നോക്കുക. ചില സ്റ്റോക്കുകളൊക്കെ ചിലപ്പോൾ 8%, 10% ഒക്കെ വെക്കേണ്ടി വരും ഒരു ക്യാൻഡലിൻ്റെ ലോ ഒക്കെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള സ്റ്റോക്കിൽ നിങ്ങൾ പൊസിഷൻ സൈസ് ചെയ്തിട്ട് മാത്രം എൻട്രി എടുക്കുക. ഓക്കെ, അപ്പം നിങ്ങളുടെ റിസ്കിനനുസരിച്ച് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്യുക. ഈ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് സ്റ്റഡി പർപ്പസിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ അനലൈസ് ചെയ്തിട്ട് എൻട്രിയും ടാർഗറ്റും സ്റ്റോപ്പ് ലോസും എല്ലാം സെറ്റ് ചെയ്യാം, വാച്ച് ചെയ്യുക, ഒരുമിച്ച് പഠിക്കാം. അപ്പോൾ ഈ ആഴ്ച ഇത്രയും സ്റ്റോക്കുകളാണുള്ളത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ട്രേഡ് ചെയ്യുന്ന കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കുക. സോ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.